പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് എന്ന് പാടിയ സങ്കീർത്തകനോട് ചേർന്ന് അപരിമേയനും സ്നേഹസമ്പന്നനും കരുണാവാരധിയുമായ ദൈവപിതാവിന് ബലിയർപ്പിക്കുവാൻ പരിശുദ്ധിയുടെ പരിമളം നിറഞ്ഞു നിൽക്കുന്ന ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിന് നന്ദി പറയാം. യേശുവിന്റെ ബലിവേദിക്ക് ചുറ്റും ഒരേ മനസ്സോടും ഹൃദയത്തോടും കൂടി നാം ഒന്നു ചേർന്നിരിക്കുകയാണ്. വൈദികന്റെ കരങ്ങളിലൂടെ പരിശുദ്ധമായ ബലിവേദിയിൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്ന വലിയ അത്ഭുതം നടക്കുമ്പോൾ നമ്മുടെയും മാറ്റത്തിന്റെ നിമിഷമാണ്. നമ്മുടെ നല്ല നാഥന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ദാനമായി അവിടുന്ന് നൽകിയ എല്ലാ കഴിവുകളെയും, എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ ഇടവകയെയും ഇടവകയിൽ ഓരോ കുടുംബത്തെയും, പ്രത്യേകമായി 8-ാം വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളെയും, രോഗികളായി കഴിയുന്നവരെയും, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളെയും, ഒപ്പം ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, ആധ്യാത്മിക നേതൃത്വം നൽകുന്ന നമ്മുടെ വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കാം. ഇന്ന് കത്തോലിക്ക സഭ സുവിശേഷകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധനിലൂടെ സഭയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം ഇന്ന് ഈ വിശുദ്ധന്റെ നാമധാരികളായ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന പരമമായി ഈ ബലിയിൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് പ്രകാശമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് നമുക്കൊന്നു ചേർന്ന് നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഈ ബലി പരമപിതാവിന് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു
സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവദായകമായ വചനം പ്രഘോഷിക്കുവാനും ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും അനവധ്യൻ ഭവനാഥാവിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും.
ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ധനവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരേ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലെ കേട്ടാലും, നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കീമുകളാണ്. അനാക്കീമിന്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്നുവോ അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദയിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയുമാണ് അവരെ അവിടെ നിന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുഷ്കാട്ടിക്കാരായ ജനമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
വരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. വിരുദല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. മൂന്നാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. വിശാദിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കുവാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസയൻ. തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ.
എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ലുള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. പൂരിത കവിത പൂരിത കോലൻ മാറിപ്പോ. പാദനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ കുറുകയിൽ ഒരു കയറ് കെട്ടി അതിലൂടെ മറ്റൊരു സഹായമില്ലാതെ ഒരു മനുഷ്യൻ നടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. വളരെ സാഹസികവും അതിലേറെ അപകടകരമായിട്ടുള്ള ഈ ഒരു രംഗം കാണാൻ അനേകം ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ആ മനുഷ്യൻ വളരെ കൃത്യതയോടുകൂടെ ഈ കയറിന്റെ ഒരറ്റത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. ആളുകൾ ഈ സാഹസികത കണ്ട് വളരെയധികം ഉച്ചസ്വരത്തിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിക്കുകയും പ്രോത്സാഹന വാചനങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുകയാണ്. അക്കരയ്ക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോട് കാണികളിൽ ഒരാൾ ചോദിച്ചു,
ഒരു ആളെ കൂടെ അങ്ങയുടെ ചുമലിൽ വെച്ചുകൊണ്ട് വീണ്ടും അങ്ങേക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറുകെ കടക്കാൻ പറ്റുമോ? ആ സാഹസികനായ മനുഷ്യൻ പറഞ്ഞു, പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ മുൻപോട്ട് കടന്നു വരാം. ഒരു മനുഷ്യനും മുൻപോട്ട് വന്നില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ധൈര്യസമേതം കടന്ന് വരികയും അവൻ ആ മനുഷ്യന്റെ തോളിൽ കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഇരുന്നു. ഈ മനുഷ്യൻ വീണ്ടും ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കരയിൽ നിന്ന് തിരിച്ച് മറുകരയ്ക്ക് വളരെ സാഹസികമായി നടന്നു നീങ്ങുകയാണ്. ആളുകളുടെ ശ്രദ്ധ ഈ കൊച്ചുകുട്ടിയിലായിരുന്നു. അവൻ വളരെ ധൈര്യസമേതനായി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് വളരെ ശാന്തനായി ഈ മനുഷ്യന്റെ ചുമലിലിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ച് അക്കരയ്ക്ക് വന്നു. ആളുകൾ ഈ കൊച്ചുകുട്ടിയുടെ അടുത്ത് കൂടി. ആളുകൾ ചോദിച്ചു, മോനെ, നിനക്ക് എന്താണ് ഇത്രയും ധൈര്യമുണ്ടായത്? ഇവിടെ ഒരു മനുഷ്യനും ധൈര്യം കാണിക്കാത്തിടത്ത് ഒരു കൊച്ചുകുട്ടിയായ നീ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യം കാണിച്ചത് എന്ന ചോദ്യത്തിന് ആ കുട്ടി വളരെ ശാന്തനായിട്ട് ഉത്തരം പറഞ്ഞു, ഞാൻ എന്തിനെ പേടിക്കണം? എന്റെ പപ്പായാണ് ഈ സാഹസികത നടത്തുന്നയാൾ. എന്റെ പപ്പായുടെ ചുമലിൽ കയറിയിരിക്കുന്നതിന് യാതൊരു ഭയപ്പാടും എനിക്കില്ല. എന്റെ പപ്പ എന്റെ കൂടെയുള്ളപ്പോൾ ഏത് സാഹസികതയിലും യാത്ര ചെയ്യുവാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. ഒരു പിതാവും ഒരു പുത്രനും തമ്മിലുള്ള വളരെ അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ ചിത്രം ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു വെച്ചത്. വേറെ ഒന്നും പറഞ്ഞില്ല. ശിഷ്യന്മാര് ചോദിച്ചു, ഞങ്ങള് ഈ അപസ്മാര രോഗിയായ മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ട്? ഉത്തരം വളരെ ലളിതമായിരുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ, അതൊരു കടുകുമണിയോളം പോലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ മലയോട് ഇവിടെ നിന്ന് മാറി നദിയിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മൾ ബുദ്ധിയുടെ തലങ്ങളിൽ നോക്കിയാൽ ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ ഹൃദയത്തിന്റെ തലങ്ങളിൽ നിന്ന് നോക്കുക, ഇതൊരു അന്ധമായി ദൈവത്തിൽ ശരണമർപ്പിക്കുന്നത്. അതാണ് വിശ്വാസം. ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും, അത് പരാജയങ്ങളിലാകാം, ദുഃഖങ്ങളിലാകാം, വേദനകളിലാകാം, വിജയങ്ങളിലാകാം, എന്തിലും എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അതാണ് വിശ്വാസം. എന്റെ ദൈവം ഇപ്പോൾ ദുഃഖമാണ് തരുന്നത്, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, പക്ഷേ അവൻ എന്നെ കൈവിടുകയില്ല. ഇതാണ് വിശ്വാസം. ഏത് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ അവൻ എന്നെ കടത്തിക്കൊണ്ടുപോകും, പക്ഷേ അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കത്തില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാൻ കഴിയണം. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. എത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഇന്നുള്ള അനുഭവമല്ല നാളത്തെ അനുഭവം. നാളെ എന്ത് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുമില്ല. നമ്മൾ സുരക്ഷിതരാണ് എന്ന് കരുതപ്പെടുമ്പോഴാണ് നമ്മുടെ സുരക്ഷിതത്വമില്ലായ്മയുടെ അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തുന്നത്. നമ്മൾ ആരോഗ്യഗാത്രരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ രോഗികളായിട്ട് മാറുന്നത്. സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴാണ് ദരിദ്രരായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ തളരാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ, കുടുംബജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ, പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ നാം കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന വളരെയധികം ദുഃഖങ്ങൾ, വേദനകളുണ്ട്, പരാജയങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കുട്ടി തന്റെ അപ്പനിൽ അർപ്പിച്ച വിശ്വാസം പോലെ ഉള്ളൊരു വിശ്വാസം ദൈവത്തോട്, യേശുവിനോട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം.
അവൻ കൂടെയുണ്ട്, അവൻ എന്നെ നയിച്ചുകൊള്ളും. ആ കൊച്ചുകുട്ടിയുടെ വിശ്വാസം അതായിരുന്നു. എന്റെ പപ്പായുടെ ചുമലിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുക? ഈ ഒരു കൊച്ചുകുട്ടിയുടെ ഈ ഒരു മനോഭാവം, ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകേണ്ടത്. ദൈവം അനന്തനാണ്, ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. അവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കൂടുതൽ എന്തു സുരക്ഷിതത്വമാണ് എനിക്ക് ലഭിക്കേണ്ടത്. വേറെ ഒരിടത്തും ഇത് നമുക്ക് ലഭിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത ഈ ദിനങ്ങളിൽ നമ്മുടെ ചിന്തകളെ കൂടുതൽ സ്വാധീനിക്കട്ടെ. ജീവിതത്തിന്റെ ദുഃഖകരമായ അനുഭവങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നഷ്ടധൈര്യരാകുമ്പോൾ നഷ്ടധൈര്യം നമ്മളാകരുത്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ സഹിക്കുന്നതോടൊപ്പം അവനും എനിക്ക് വേണ്ടി സഹിക്കുന്നു. അവൻ തരും എനിക്ക് സന്തോഷം, അവൻ തരും വിജയം. ഒരു പരാജയം ജീവിതത്തിൽ ഉണ്ടായത് നല്ലതാണ്. ആ വിജയത്തിന്റെ മധുരമെന്ന് നുകരാൻ ഒരു പരാജയം ദൈവം എനിക്ക് നൽകി. അത് ദൈവത്തിന്റെ സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാനായിട്ട് കഴിയട്ടെ. അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ റീആക്ടിവേറ്റ് ചെയ്യപ്പെടണം. നമ്മൾ മൊബൈല് ആക്ടിവേറ്റ് ഓരോ ദിവസവും ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിലേക്കുള്ള നമ്മുടെ അടുപ്പം, ആ അകലം കുറഞ്ഞു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ശാന്തത, യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളുടെ പ്രവാചകന്മാരെയും സമാധരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് നമ്മൻ പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയും മാർ മാത്യു മെത്രാപ്പോലീത്തയും മാർ ജോസഫ് മെത്രാനെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായി മിശിഹായി, നീ കുരിശടയാളത്തോടു കൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ വചനം സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകുവാൻ വിശുദ്ധരോടുകൂടെ മഹത്വപൂർണനായി നീ ആഗതനാകുമ്പോൾ നിന്റെ വചനങ്ങളാൽ പൗത്രീകരിക്കപ്പെട്ടവരും സൽഫലങ്ങളാൽ സമ്പന്നരുമായി തിരുസന്നിധിയിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
ദിനവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാധനും അതുപോലാത്മജനും ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആചാരനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പെണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുമോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുരകത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവാദയമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ.
കല്ലറയുടെ സദൃശവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാവമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശകരീശോധൻ ശിക്ഷരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാവുന്ന ഭാവി മഹത്വത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും നീക്കുവാമേ. സഹോദരരെ, ഇത് നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. ോരുക്കുന്നൊരീരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായൊരുക്കുന്നൊരീരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും വേദി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും വേദി. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ.
മാർഗമതിൽ ആത്മീയമാം ജീവനാ സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനാ ആഹാരമാം ദൈവം തരും സ്വർഗീയമന്നായി ഭോജ്യം ആഹാരമാം ദൈവം തരും സ്വർഗീയമന്നായി ഭോജ്യം മനസ്സൊരു സക്കാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്കാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപാകർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതാകവും ദൈവവുമായി ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ചിരിക്കുക. നമുക്കൊരു ഇത്രയും ടെൻഷനൊന്നും നമുക്ക് ആർക്കും ആവശ്യമില്ല. ദേവാലയത്തിൽ വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ വരാനും സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകാനും സാധിക്കുന്നതാണ് വിശുദ്ധ ബലിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് ഹൃദയത്തിന്റെ സന്തോഷമാണ് നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നത്. അതുകൊണ്ട് ദേവാലയത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്.
നിങ്ങളുടെ മ്ലാനമായ മുഖം കാണുമ്പോൾ പൊതുവെ ചിരിക്കാത്ത എനിക്കും അത് കൂടുതൽ ദുഃഖമാവും. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അല്പമൊന്ന് നമ്മുടെ രാവിലത്തെ കുർബാനയുടെ സമയം 7 മണി എന്നുള്ളത് പലപ്പോഴും ചിലരെങ്കിലും മറന്നുപോകുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ ആകരുത്. വിശുദ്ധ ബലിയിൽ നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ പങ്കാളികളാകുവാൻ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യേണ്ടതും അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കേണ്ടതും 7ാം വാർഡാണ്. 7ാം വാർഡിന്റെ കൂടാരയോഗം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ശ്രീ ആൻസി ബേബി തെക്കേടത്തിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. അംഗങ്ങളെല്ലാവരും അതിനെ സംബന്ധിക്കുക. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുകയും ഇന്നലെ പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യുകയും ചെയ്ത 8ാം വാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അടുത്ത ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ KCCയുടെ കാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കർഷക ധരണ നടത്തുകയാണ്. പ്രത്യേകിച്ച് റബ്ബർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു തിരിച്ചടി നമ്മളെ നമ്മുടെ സമൂഹത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഒരു പ്രതികരണമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഈ നയത്തിന് എതിരായിട്ട് പ്രതികരിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് കാനായ കത്തോലിക്ക കോൺഗ്രസ് ഒരുക്കുന്നത്. തൊടുപുഴയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് അതിന്റെ മീറ്റിംഗ് നടക്കുക. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റാലിയായി ഈ സമ്മേളന നഗറിലേക്ക് വരാനാണ് അവര് ഉദ്ദേശിക്കുന്നത്. നമ്മളാണ് ഈ ഫൊറോനയിലെ ഏറ്റവും വലിയ പള്ളി. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അതിൽ സംബന്ധിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവൽ പ്രശ്നമാണ്. ആരും മാറി നിൽക്കാതെ നമ്മുടേതായിട്ടുള്ള ഒരു സഹകരണം, ഒരു പങ്കാളിത്തം ദിവസം ശനിയാഴ്ച 10 മുതൽ 12 വരെ നടക്കുന്ന ആ ധരണയിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. 9:30 പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളി കോമ്പൗണ്ടിൽ വരിക. 9:30 വാഹനം പോകുന്നതാണ്. വാഹന സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അതിന്റെ വിശദ വിവരങ്ങൾ നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്നാനായ മൾട്ടി കോഓപ്പറേറ്റീവ് ബാങ്കില് ഷെയർ എടുക്കാൻ താൽപര്യമുള്ളവർക്ക് അവസരമുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുറത്ത് ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികളുണ്ട്. അവരുടെ അടുത്ത് നിങ്ങളുടെ പേര് വിവരങ്ങൾ കൊടുക്കുക. അവരെ വിശദമായ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നതാണ്. മാങ്ങാലോടി ചന്ദ്രപ്പള്ളി മൽക്കര കണ്ടങ്ങൾ നവംബർ 1 മുതൽ ഈ 2015 ഒക്ടോബർ 31 വരെ കപ്പ കൃഷിക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. ലേലത്തിൽ പിടിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ പകുതി തുക നിങ്ങൾ ലേലം പിടിച്ചു കഴിഞ്ഞ് കൃഷിക്ക് മുൻപായി ദേവാലയത്തിൽ പള്ളിയിൽ അടയ്ക്കണം. അതിനുശേഷം നിങ്ങളുടെ വിളവ് എടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കി തുകയും പള്ളിയിൽ അടയ്ക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതിന്റെ ലേലം അടുത്ത ഞായറാഴ്ച നടക്കുന്നതാണ്, ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം. KC വെയിലിന്റെ അതിരൂപത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ ഒരു കൂട്ട ഓട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്ത് വെച്ചാണ്. നമ്മുടെ KC വെയിലിലെ അംഗങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതിന്റെ നോട്ടീസും നിങ്ങൾക്ക് കുർബാനയ്ക്ക് ശേഷം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 5536 രൂപയാണ്. മറ്റൊരു കാര്യം, റബ്ബർ ഉൽപാദക സംഘങ്ങളുടെയും ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് 2014 സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച 2 മണിക്ക് തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഒരു സമരപ്രഖ്യാപന കർഷക സംഗമം നടക്കുന്നതാണ്. ശ്രീ PC സിറിയക് IAS അത് ഉദ്ഘാടനം ചെയ്യുന്നു. സാധിക്കുന്നവര് അതിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസം നിര്യാതയായ
ഏലിയാമ്മ ജോസഫ് കൂട്ടുങ്കലിന് വേണ്ടി ഒപ്പീസ് ഉണ്ടായിരിക്കും. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്നെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൽപ്രവൃത്തികളാലും സൽവചനങ്ങളാലും നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി. സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നീ കൃപാപൂർവം ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സർവ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണ